വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വിഷു ആയതുകൊണ്ട് ഒരു പുതിയ തുടക്കം ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, പുതിയൊരു ചാനലും പുതിയൊരു വ്ളോഗും ഇടാമെന്ന് പറഞ്ഞു. ഇനി ഇങ്ങോട്ട് പ്രതീക്ഷിക്കാം, കാരണം വെക്കേഷനൊക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയി. ഇപ്പോൾ വരുന്ന വഴിയാണ്. ആൻഡ് കാണാൻ പറ്റുന്നില്ല, കുഴപ്പമില്ല. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുക. എനിക്കെൻ്റെ കസിൻസിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ എല്ലാത്തിനും വ്ളോഗ് ഞാൻ ഇടുന്നതായിരിക്കും. ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഇവിടെ പായസം മേടിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പായസം ഒരു ചേട്ടൻ്റെ കടയിൽ കിട്ടും, അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ടുണ്ടാക്കും പായസം ഈ ചേട്ടൻ. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ നിന്ന് പായസം മേടിക്കും, എന്നിട്ട് മുന്നിലുള്ള വീട്ടുകാർക്കൊക്കെ കൊടുക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ അച്ഛനാണത്. അച്ഛൻ പായസം വാങ്ങി, എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു, എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ പോകാൻ. എൻ്റെ അമ്മയുടെ വീടും കൂടെയാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഓണം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സെലിബ്രേറ്റ് അധികം ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കാറിൽ ഞാനും അമ്മൂമ്മയും അച്ഛനും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ അമ്പലമാണ്, ഈ അമ്പലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഭയങ്കര നല്ല അമ്പലമാണ്, വലിയ അമ്പലമാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ എൻ്റെ കസിൻ്റെ വീട്ടിൽ വന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് ലക്ഷ്മി, എൻ്റെ സിസ്റ്ററാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻ്റെ വല്യമ്മയുടെ മോളാണ്. യൂട്യൂബ് ചാനൽ ഉണ്ടായി, ബട്ട് ഫോളോ മീ ഓൺ ഇൻസ്റ്റാ, ഇറ്റ്സ് കോൾഡ് സ്ട്രേറ്റ് ലെഗ്സ്. ഹൈ ഗൈസ്, എൻ്റെ പുന്നാരി ചേച്ചി. ഹാപ്പി വിഷു ഗൈസ്. ഹാപ്പി വിഷു. അപ്പോൾ ഞങ്ങളാദ്യം ബീച്ചിൽ പോകുന്ന പ്ലാൻ ഇട്ടു. പിന്നെ ഞങ്ങൾ പോയില്ല. നല്ല വെയിലായിരിക്കും. ഒരു 5 മണി 5:30 ആയി. അപ്പോൾ നല്ല വെയിലായിരിക്കും. ഇതെൻ്റെ കസിൻ അനിയത്തി. അപ്പം നല്ല വെയിലായിരിക്കും എന്ന് വെച്ചാൽ ഞങ്ങൾ പോയില്ല. അപ്പോൾ ഞങ്ങൾ മുനിസിപ്പാലിറ്റി പാർക്കിൽ പോയി. മുനിസിപ്പൽ പാർക്കുണ്ട് ആലുവയിൽ. അപ്പോൾ അവിടെ പോയി കുറേ നേരം ഇരുന്നു. എന്നിട്ട് തിരിച്ച് വന്നപ്പോൾ ഒരു 7-7:30 മണിയായി. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനീ പറയുന്നതൊക്കെ അതാണ്. അപ്പോൾ അവിടുത്തെ കാറ്റും ഇതൊക്കെ കാരണം എനിക്ക് പറയുന്നത് ഇതിലേക്ക് ക്ലിയർ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അച്ഛനും എൻ്റെ കസിനും കൂടെയാണ്, അമ്മൂമ്മ. അപ്പം ഞങ്ങൾ ഇത്രയും പേരും കൂടെ മുനിസിപ്പൽ പാർക്ക് ഇതാണ് കേട്ടോ. അകത്ത് ഭയങ്കര രസമാണ്. അപ്പുറത്ത് ഫൗണ്ടനും, ഇവിടെ സ്കേറ്റിംഗ്, ഇതിലേക്ക് പിള്ളേർക്ക് സ്കേറ്റിംഗ് ഓടിക്കാവുന്ന ട്രാക്കാണ്. പിന്നെ ഇവിടെ സമ്മർ കോച്ചിങ് ക്യാമ്പ് എന്തോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. പിന്നെ മണപ്പുറത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണിത്. അപ്പോൾ അത് കഴിഞ്ഞൊരു 7-7:30 ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു വന്നു.